ഈ കാണുന്ന ഒരു മഹേന്ദ്ര വെർട്ടിയോടെ റിയർ ആക്സിലായിട്ട് ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിനകത്താണ്. അപ്പൊ റിയർ ആക്സിലിന്റെ ബുഷ് പോയിട്ടാണ് ഇപ്പൊ നമ്മൾ അയച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ഹമ്പൊക്കെ ചാടുമ്പോൾ സൗണ്ട് വരിക, അതുപോലെ വേറെ പല പ്രശ്നങ്ങളും വരും. ഈ സാധനം പോയി കഴിഞ്ഞാൽ ബാക്ക് വെട്ടിപ്പോവുക, അതുപോലെ ടയർ വെട്ടി തേഞ്ഞു പോവുക, അങ്ങനെ നമ്മുടെ ടയറിന്റെ ഇൻസൈഡ് ഔട്ട്സൈഡ് ഒക്കെ വെട്ടി തേഞ്ഞു പോവുക, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. നമുക്കിതിന്റെ ഈ റിയർ ട്രെയിലാം അല്ലെ ഈ റിയർ ആക്സിലെ ഈ ബുഷ് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ബുഷൊക്കെ പൊട്ടിയിട്ട് ഇതിന്റെ സ്ലീവൊക്കെ ആയി ഊരി പോകുന്നതൊക്കെയാണ്. മേളിലത്തെ മാത്രമല്ല കേട്ടോ, അതാണോ മേളിലത്തെ പൊട്ടി കിടക്കുന്നുണ്ടോ, മേളിലത്തെ മാത്രമല്ല അതുപോലെ തന്നെ താഴത്തെ പൊട്ടിയിട്ടുണ്ടോ, താഴത്തെയും ബുഷ് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ബുഷ് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഈ ബുഷൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ പണിയാണ്. നല്ല ബാക്കിലെ അസംബ്ലി ഫുൾ അയച്ചെടുത്തിട്ട് ഇതുപോലെ ലേറ്റി കൊടുത്ത്, ലേറ്റിലാണ് ഇച്ചിരി പണി കൊണ്ട് അവർക്ക് ലേറ്റി കൊടുത്ത് നമുക്ക് ഈ ബുഷ് ഊരിയെടുത്ത് വേറെ ബുഷ് മാത്രം ചേഞ്ച് ചെയ്ത് നമുക്ക് ഇറക്കാട്ട. അതുപോലെ ഒരുപാട് വണ്ടികൾക്ക് റിയർ വീല് വെട്ടി തേഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ പറയാറുണ്ട്. അപ്പൊ അലൈൻമെന്റ് ഷോപ്പ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കൊക്കെ പെട്ടെന്ന് എന്താ കംപ്ലൈന്റ് എന്ന് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഈ ആമിന് വല്ല ബെൻഡോ അതുപോലെ ഇപ്പൊ ഈ ബുഷോ ഒക്കെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ബാക്കിലെ ടയർ ഏറ്റവും കൂടുതൽ വെട്ടിത്തേയാനുള്ള ചാൻസ് ഉണ്ടാവും. ബാക്കിൽ വേറെ ഷോക്കിന്റെ പ്രശ്നം കൊണ്ടൊന്നും അങ്ങനെ ഓരോ സൈഡ് വെട്ടി തേഞ്ഞു പ്രശ്നം വരില്ല. ഈ ട്രയലാമിന്റെ ബുഷ് അല്ലെങ്കിൽ ഈ ട്രയലാമിന്റെ ബെൻഡ് വരിക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ടയർ വെട്ടി തേയ്മാനം കൂടുതൽ വരുന്നത് കേട്ടോ. അപ്പൊ റിയർ ടയർ വെട്ടി തേഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇവനാട്ടോ അതിന്റെ കാരണക്കാരൻ.